അങ്ങനെ ഒരാഴ്ചത്തെ അടിപൊളി പണിയൊക്കെ കഴിഞ്ഞിട്ട് ചത്ത എടുക്കുന്ന ടേസ്റ്റ് ബഡ്സിനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ പോണത് ഹെന്നൂരിലുള്ള കേരളത്തിലാണ്. അവരുടെ പീക്ക് അവേഴ്സിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് കഴിക്കാമല്ലോ. അവരുടെ പുതിയ ഔട്ട്ലെറ്റ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ ഇന്നഫ് പാർക്കിംഗ് സ്പേസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിംഗ് അന്വേഷിച്ച് നടക്കണ്ട. പിന്നെ നമ്മളും അവിടെ പേര് കൊടുത്തു, നമ്മുടെ പേര് വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ മെനു നോക്കി എന്ത് സാധനം വെറൈറ്റി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് നോക്കി ലാസ്റ്റ് ഞങ്ങൾ മീൻ ഫ്രൈയും മീൽസും തന്നെ ഓർഡർ ചെയ്തു. എൻ്റെ ഫേവറേറ്റ് അയിലയാണ്. അയില ഫ്രൈയും ഓണിയനും. അങ്ങനെ നമുക്ക് 2 പപ്പടമൊക്കെ തന്നു കേട്ടോ അവർ. പിന്നെ ഫുഡ് വരാനായിട്ടുള്ള ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഉറങ്ങിപ്പോയി. പിന്നെ ഒരു പാട്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ആ കിട്ടിയത് വെച്ചിട്ട് അച്ചാറും പപ്പടവും ഒക്കെ വെച്ച് ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മുടെ ഫുഡൊക്കെ എത്തി. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചോറും മീൻ കറിയും. ഞാൻ സാമ്പാറാണ് വാങ്ങിയത്. പിന്നെ ആ ബീഫ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബീഫ് റോസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് നല്ല പീസ് കിട്ടാറില്ല. പക്ഷെ ഇന്ന് നമുക്ക് നല്ല പീസ് തന്നെ കിട്ടി. MG യൂണിവേഴ്സിറ്റിയുടെ ക്യാൻറ്റീനിൽ നിന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് മീൻ ഫ്രൈയും സവാളയും കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. അതിനുശേഷം എപ്പോൾ എനിക്ക് അയില ഫ്രൈ കിട്ടിയാലും എനിക്ക് ഓണിയൻ വേണം. മീൽസിന് സൈഡായിട്ട് സെർവ് ചെയ്യുന്ന കറികളിൽ അവരുടെ ചെമ്മീൻ ചമ്മന്തി പൊടി അത് അടിപൊളി ടേസ്റ്റാണ്. സൈഡായിട്ട് അവർ സെർവ് ചെയ്യുന്ന കറികൾ കഴിക്കുമ്പോൾ എൻ്റെ വയറ് ഫുള്ളാവാറുണ്ട്. പിന്നെയുള്ള എൻ്റെ ഫേവറേറ്റ് ആണ് നല്ല ബീഫ് റോസ്റ്റും ചോറും മാങ്ങാക്കറിയും. അത് മിക്സ് ചെയ്ത് കഴിക്കണം. മാങ്ങാക്കറിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്താണെന്നറിയില്ല, ഒരുപാട് ഫുഡ് ഐറ്റംസ് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറയും, വയറും. ലഞ്ചിൻ്റെ കൂടെ അവിടെ പായസം കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ 2 സെറ്റ് പായസം കിട്ടി. ഈ പഴവും പായസവും പപ്പടവും മിക്സ് ചെയ്ത് കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും ഈ പായസം ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കഴിക്കാൻ വേണ്ടി ഞാനൊരു പപ്പടം കഴിച്ചു. പക്ഷെ നന്നായിരുന്നു. വയറ് ഫുള്ളായതുകൊണ്ട് ലാസ്റ്റ് ഓർഡർ ചെയ്ത ലെമൺ ജ്യൂസും കൂടെ കഴിക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. അങ്ങനെ ഗോയിങ് ഹോം വിത്ത് ഹാപ്പി ടമ്മി.